നമസ്കാരം. അമിത്ഷാ പറഞ്ഞാൽ പിന്നെ അപ്പീലുണ്ട്. വേറെ എങ്ങോട്ടും പോകണ്ട, മണിപ്പൂരിലേക്ക് പോയാൽ മതി. അവിടെ കഴിഞ്ഞ ദിവസം സൈനിക വാഹന വ്യൂഹത്തെ അവിടുത്തെ കുക്കി വംശജരായ കലാപകാരികൾ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ തന്നെ അമിത്ഷാ ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. മണിപ്പൂരിലെ ആഭ്യന്തര വകുപ്പുമായി ചേർന്ന് അവിടുത്തെ പോലീസ് സംവിധാനവും അർദ്ധ സൈനിക വിഭാഗവുമായി ചേർന്ന് അവിടെ എന്ത് പ്രശ്നമുണ്ടാക്കുന്നവരെയും ഉടൻ തന്നെ പൊക്കി അകത്തിടാനും മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഉടൻ വെടിവെക്കാനുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് വാർത്ത. അതായത് മണിപ്പൂരിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടുന്നതിനായിട്ടും അതിനെ അട്ടിമറിക്കുന്നതിനായിട്ടും അതിനെ തുരങ്കം വെക്കുന്നതിനായിട്ടും ഒരു വിഭാഗം കലാപകാരികൾ അവിടെയുണ്ട്. അവർ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരാണ്. വിദേശ തീവ്രവാദ ഗ്രൂപ്പുകളുമായി പലതരത്തിൽ ആശയവിനിമയം നടത്തുന്നവരാണ്. അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നവരാണ് എന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിന് പ്രകാരമാണ് അടിയന്തര നടപടി മണിപ്പൂരിൽ കൈക്കൊള്ളാൻ അമിത്ഷാ തീരുമാനിച്ചത്. ഇത് മണിപ്പൂരിലെ കാര്യം മാത്രമല്ല, ഇത് ഇന്ത്യയിൽ എവിടെ, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ ഏത് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ കലാപങ്ങൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു സംസ്ഥാനത്തിന്റെ സമാധാനം, ഒരു പ്രദേശത്തിന്റെ സമാധാനം തകർക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തത്. മണിപ്പൂരിലെ സമാധാനം തിരികെ കൊണ്ടുവരും. തീർച്ചയായിട്ടും അവിടുത്തെ കലാപകാരികളെ അമർച്ച ചെയ്യും. അതിനിടയിലൂടെ തീവ്രവാദ ആശയങ്ങളുമായി വരുന്നവരെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ, മണിപ്പൂർ ജനതയുടെ സമാധാനം കെടുത്തുന്നവരെ തീർച്ചയായിട്ടും തട്ടിപ്പൊക്കി അകത്തിടും. ഇല്ലെങ്കിൽ അഹങ്കാരം കാണിച്ചാൽ വെടിവെച്ചുകൊള്ളും. യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ വളരെ സമാധാനപരമായ ചർച്ചകൾ മണിപ്പൂരിൽ നടന്നു. പലതരത്തിൽ ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടന്നു. വെടിനിർത്തലും അതുപോലെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കലും പോലീസിന്റെ ഇടപെടലും ഒക്കെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. പക്ഷേ അതിലൊന്നും കൂട്ടാക്കാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്നു, അവിടുത്തെ ജനങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നു, സൈന്യത്തെ ആക്രമിക്കുന്നു. അവിടെ സമാധാനം ഉണ്ടാക്കാൻ ചെന്ന സൈന്യത്തിന് നേരെ കുതിര കയറുന്നു, അവരുടെ വാഹന വ്യൂഹം ആക്രമിക്കുന്നു. അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഏതവനായാലും ഏത് ഗ്രൂപ്പായാലും, മെയ്തൈ ഗ്രൂപ്പായാലും ശരി, കുക്കി ഗ്രൂപ്പായാലും ശരി, മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഏതായാലും ശരി, അവനെയൊക്കെ തന്നെ തൂക്കിയെടുക്കാനായിട്ടാണ് ഇപ്പോൾ അമിത്ഷാ ഉത്തരവിട്ടിരിക്കുന്നത്. കൃത്യമായ ഏകോപനം ഈ വിഷയത്തിലുണ്ടാകും. അർദ്ധസൈനിക വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും സാന്നിധ്യം ഉണ്ടാകും. മണിപ്പൂർ പോലീസിന്റെയും സെൻട്രൽ പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടാകും. കൃത്യമായി ആയുധങ്ങളുമായി ആ പ്രദേശത്തൊക്കെ തന്നെ കർഫ്യൂ മറ്റു കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂരിലെ 7 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം നടപ്പാക്കാൻ പോകുന്നത്. മണിപ്പൂരിൽ കളിച്ച് ഇന്ത്യയെ തകർക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കാണിക്കാൻ ശ്രമിച്ചതുപോലെ ആകും. അവനെയൊക്കെ പൊക്കിയെടുത്ത് അകത്തിടും. പിന്നെയൊന്നും അവനൊന്നും ആജീവനാന്തം പുറംലോകം കാണില്ല. അല്ലെങ്കിൽ കാലവരിയിലായിരിക്കും അവന്റെയൊക്കെ പിന്നീടുള്ള താമസം എന്നുള്ള കാര്യമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. അതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്നു. വിഷയങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. സൈനിക മേധാവിമാരുമായി സംസാരിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കും എന്ന് അമിത്ഷാ പറഞ്ഞത് വെറുതെയല്ല, പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ച വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെ ചെയ്യും. അധികമാരും വിളയണ്ട, വിളഞ്ഞു കഴിഞ്ഞാൽ വിവരമറിയും എന്ന് തന്നെയാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ഊന്നി പറഞ്ഞത്. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.